ഹലോ ഡേഴ്സ്. ആസിഫ് അലി, ബിജു മേനോൻ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ജിസ് ജോയ് സംവിധാനം ചെയ്ത ആനന്ദ് തേവർക്കാട്ടൻ, ശരത് പെരുമ്പാവൂർ എഴുതിയ ചിത്രം തലവൻ സിനിമ കണ്ടു. തലവനിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇത് കാണണമെന്ന് തോന്നിയത് തന്നെ ഈ ആസിഫ് അലി ബിജു മേനോൻ കോംബോ വരുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ്. ജിസ് ജോയ് നമുക്കറിയാം, ഫീൽ ഗുഡ് സിനിമകളിലൂടെ നമുക്ക് സുപരിചിതനായ സംവിധായകനാണ്. ഒരു പക്ഷേ കുറച്ച് സ്റ്റീരിയോ ടൈപ്പായി പോയിട്ട് പിന്നീട് ചില മീംസുകൾക്കൊക്കെ വഴിവെച്ച ഒരു സംവിധാന രീതിയും കൂടെ ആയിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഫീൽ ഗുഡ് സിനിമകളും വിജയങ്ങളായിരുന്നുവെങ്കിലും റിപ്പീറ്റഡായിട്ട് ആ ഒരു രീതി വന്നപ്പോഴുണ്ടായ ചെറിയ പ്രശ്നങ്ങൾ, അതിൽ നിന്ന് ആ ഇമേജ് മാറ്റി എഴുതാനായിട്ടുള്ള പുള്ളിയുടെ ശ്രമങ്ങൾ വീണ്ടും തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ ഇൻസ്റ്റാൾമെൻറ്റ് തലവൻ, ഇറ്റ് ഈസ് എൻ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ. അങ്ങനെ ഒരു സിനിമ ജോണറിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. കഥ ആദ്യം തന്നെ ആരംഭിക്കുന്നത് നറേഷനിലൂടെയാണ്. റിട്ടയർഡ് DYSP ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ദിലീഷ് പോത്തനാണ്. അദ്ദേഹം ഒരു ചാനൽ അഭിമുഖത്തിൽ ഒരു പ്രധാന കേസിനെ പറ്റിയിട്ട് പറഞ്ഞ് തുടങ്ങുന്ന ആ കേസിൽ കൂടുതൽ സംസാരിക്കുന്നത് ആ കേസിലെ രണ്ട് പോലീസ് ഓഫീസേഴ്സ്, അവർക്കിടയിലുണ്ടായ ചില കോൺഫ്ലിക്റ്റുകൾ, പിന്നീട് ആ കേസിൽ അതിനെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സിനിമ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തുടങ്ങി. ആസിഫ് അലി ആൻഡ് ബിജു മേനോൻ അവരുടെ ഇൻട്രോ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒക്കെ രസകരമാക്കാമായിരുന്നു എന്ന് തോന്നി, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാമായിരുന്നു എന്ന് തോന്നി. ഇത് വളരെ പ്ലെയിനായിട്ട് ഡയറക്റ്റായിട്ട് രണ്ട് കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. എങ്കിലും സിനിമ ആദ്യം തന്നെ ഇവരുടെ ഇടയിലുള്ള ഡയലോഗ് എക്സ്ചേഞ്ചും ആ ഒരു കോൺഫ്ലിക്റ്റും ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ തുടങ്ങുന്നു. പിന്നീട് അതിലേക്ക് മെയിൻ ഇവന്റ്, അതായത് ക്രൈം, അത് സംഭവിക്കുന്ന ഒരു മർഡർ. അപ്പോൾ ഇത് സംഭവിക്കുന്നതും ആ സാഹചര്യവും അത് ആരോപിക്കപ്പെടുന്ന ക്യാരക്ടറുമൊക്കെ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീടുള്ള അന്വേഷണം സത്യത്തിൽ ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറേ ഹിൻഡുകൾ, അല്ലെങ്കിൽ ഇത് ചെയ്തത് ആരായിരിക്കാം എന്നുള്ള ചില കഥാപാത്രങ്ങളെയൊക്കെ കാട്ടിത്തരുന്നുണ്ട്. സിനിമയിൽ കുറച്ചുകൂടെ ഒരു ത്രിൽ എലമെന്റ്, അല്ലെങ്കിൽ ഒരു പഞ്ച് എലമെന്റ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. പ്രത്യേകിച്ച് ഡയലോഗുകളിൽ കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്താമായിരുന്നു എന്നും തോന്നി. ഡയലോഗുകളൊക്കെ കുറച്ച് ചിലയിടത്തൊക്കെ എങ്കിലും ആർട്ടിഫിഷ്യലായിട്ടൊക്കെ ഫീൽ ചെയ്തു. കുറച്ചുകൂടെ നല്ല ഡയലോഗ്സ്, അല്ലെങ്കിൽ ആസിഫ് അലിയൊക്കെ ചില തെറി വിളിക്കുന്ന സീൻസിൽ പോലും അതിലൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഒരു മിതത്വം പാലിക്കുന്ന പോലെയൊക്കെ തോന്നി. ചിലപ്പം നമുക്ക് തിയേറ്ററിലൊക്കെ ഇതുപോലുള്ള സിനിമയിൽ നല്ല രണ്ട് തെറിയൊക്കെ മറ്റു കഥാപാത്രങ്ങളെ നായകൻ വിളിക്കുന്നത് ഒരു പഞ്ച് പോലെ ഫീൽ ചെയ്യാറുണ്ട്. അത് ഇവിടെ ഉണ്ടായിട്ടില്ല. അതൊരു പ്രശ്നമായിട്ടല്ല, അതെനിക്ക് ഇടയ്ക്ക് തോന്നിയൊരു കാര്യമാണ് ഈ ഡയലോഗ്സിൻ്റെ കാര്യം പറഞ്ഞു. ബട്ട് ഇതിലെ ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് ജിസ് ജോയ് തന്നെയാണ്. അദ്ദേഹത്തിന് കുറച്ചുകൂടെ നാച്ചുറലായിട്ടും കുറച്ചുകൂടെ പഞ്ച് വരുന്ന രീതിയിലും ഡയലോഗ്സ് കുറച്ചും കൂടെ വർക്ക് ചെയ്യുമായിരുന്നു എന്ന് തോന്നി. പിന്നീട് ഇതിലേക്ക് വരുമ്പോൾ, ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പോകുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ പോലെ പല കഥാപാത്രങ്ങളും വരുന്നു. ഫസ്റ്റ് ഹാഫ് സഞ്ചരിക്കുന്നത് ഒരു ഇൻ്റർവെല്ലിൽ ബ്ലോക്ക് വരുന്നതുമൊക്കെ കുറച്ചും കൂടെ ഒരു എലിവേറ്റ് ചെയ്യുന്ന രീതിയിൽ സിനിമ കാണിക്കാമായിരുന്നു. ഇൻ്റർവെൽ, ഇതേപോലെ ഒരു ത്രില്ലർ സിനിമകളിലൊക്കെ ആ ഒരു ത്രില്ലർ സ്വഭാവം ഇൻ്റർവെല്ലിലൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ ഒന്ന് എലിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് തോന്നി. സത്യത്തിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ നിന്നൊരു വലിയൊരു ടേൺ, അല്ലെങ്കിൽ കുറേ ഷിഫ്റ്റുകളാണ് സംഭവിക്കുന്നത്. അതായത് ഇത്രയും നേരം കാണിച്ച കഥാപാത്രങ്ങളോ, അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില സംശയങ്ങളൊക്കെ തോന്നും, ഇന്ന കഥാപാത്രമായിരിക്കും എന്നൊക്കെ. അതിൽ നിന്നൊക്കെ വളരെ മാറി കഥ സഞ്ചരിക്കുന്നു. ഇൻവെസ്റ്റിഗേഷൻ വേറൊരു വഴിക്ക് തിരിയുന്നു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കഥാപാത്രങ്ങൾ വരുമ്പോഴും നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. എനിവേ, സിനിമയുടെ ഒരു പ്ലസ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ഇതാര് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആ ത്രില്ലർ സിനിമകളിൽ വേണ്ട മെയിൻ എലമെന്റ് അതേപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അവസാനം വരെയും. എങ്കിലും ഇതിനിടയിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്നത് ആ ഒരു ത്രിൽ എലമെന്റാണ്. ഇതിലെ അഭിനയം എന്ന് പറയുന്നത്, നമ്മൾ ഓഫ് കോഴ്സ് ആസിഫ് അലിയും ബിജു മേനോൻ, ഇവർ രണ്ടുപേരും ഗംഭീരമായിട്ട് അവരുടെ റോളുകൾ പെർഫോം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ബിജു മേനോന്റെ റോൾ എന്ന് പറയുന്നത്, തുടക്കത്തിൽ നിന്ന് പുള്ളിക്കൊരു മെയിൻ ഒരു സംഭവം, ഒരു ഇവന്റിന് ശേഷമുള്ള പിന്നീടുള്ള പുള്ളിയുടെ ഒരു ഷിഫ്റ്റും ഒക്കെ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടോ. ഒന്നാമത് ബിജു മേനോൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോലീസ് കഥാപാത്രങ്ങൾ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. മേ ബി കുറച്ച് പുള്ളി അതൊന്ന് മാറി ഇനി സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നി. ആസിഫ് അലി തൻ്റെ റോള് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ക്യാരക്ടറിനൊരു ഭയങ്കരമായൊരു ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് തോന്നി. ഈ സിനിമയിലും കുറെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള പാരവെപ്പും ശത്രുതയും ഒക്കെയാണ് കാണിക്കുന്നത്. അത് കുറച്ച് പുതുമയായിട്ട് തോന്നി, അല്ലെങ്കിൽ കുറച്ച് രസമായിട്ട് തോന്നി.
പക്ഷേ സിനിമയിലുടനീളം ആ ഒരു ത്രിൽ എലമെന്റ് നഷ്ടപ്പെട്ടതാണ് ഈ സിനിമയെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു നെഗറ്റീവ്. സിനിമ ടോട്ടാലിറ്റിയിൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. ഒരു ആവറേജ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമ തന്നെയാണ്. ക്ലൈമാക്സ് എൻഡിൽ വരെ സിനിമ ഇത് ആര് എന്ന് ഉള്ള ക്വസ്റ്റ്യൻ നിലനിർത്തുന്നുണ്ട്. അത് സിനിമയുടെ ഒരു പ്ലസ് ആണ്. പക്ഷേ അതിൻ്റെ അവസാനമായി ട്വിസ്റ്റ് എന്ന് കാണിക്കുന്നതൊക്കെ അത്ര കണ്ട് ഇമ്പാക്റ്റ് ചെലുത്തുന്നുണ്ടോ എന്നുള്ള ഒരു സംശയവുമുണ്ട്. കുറേ കൂടെയൊക്കെ സിനിമ ശ്രദ്ധിക്കാമായിരുന്നു, കുറേ കൂടെയൊക്കെ മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നി. പക്ഷേ ജിസ് ജോയ് ഈസ് റിയലി പ്രോമിസിങ്. അദ്ദേഹത്തിൻ്റെ പുതിയൊരു ജോണർ ട്രൈ ചെയ്തത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട്. ഈ സിനിമ ഇനിയും കുറച്ചുകൂടെ അദ്ദേഹത്തിന് മെച്ചപ്പെടുത്തി അടുത്ത അറ്റംപ്റ്റുകൾ ഉറപ്പായിട്ടും ചെയ്യാൻ സാധിക്കും. ഗംഭീരമായ സിനിമ അദ്ദേഹത്തിന് ഈ ഒരു ജോണറിൽ തന്നെ ചെയ്യാനും സാധിക്കും. ഈ സിനിമ ഒരു ആവറേജ് വാച്ചാണ്. എന്നാലും സിനിമ കണ്ടിരിക്കുന്നതിന് അത്ര മോശമൊന്നുമില്ല. സിനിമ മൊത്തത്തിൽ ഒരു ആവറേജ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്.